ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. വളരെ അപ്രതീക്ഷിതമായിട്ട്, അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരാൾ നമ്മളെ അടിക്കുകയാണെങ്കിൽ, കഴിവുള്ളവരാണെങ്കിൽ തിരിച്ച് രണ്ടടി അടിക്കും. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മളൊരു ചൂടുള്ള വസ്തുവിൽ കൈ തട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും നമ്മുടെ കൈ നമ്മൾ തിരിച്ചെടുക്കും. വളരെ പെട്ടെന്ന് തന്നെ ഒരു സഡൻ റിയാക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും ഒന്ന് നമ്മളെ അടിക്കാനോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കൈ വീശിയപ്പോഴേ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളത് ജസ്റ്റ് പിറകിലേക്കൊന്ന് പോകും. എന്താണ് ഇതിന് കാരണം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതായത് സ്പെഷ്യൽ കുറേ സെൽസുകളുണ്ട്, ചില പ്രത്യേകതരം കോശങ്ങൾ, സ്പെഷ്യലൈസ്ഡ് സെല്ലാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഓരോ സ്റ്റിമുലസ് മലയാളത്തിൽ ആവേഗം എന്ന് പറയും. നമ്മുടെ ഓരോ സ്റ്റിമുലസിനെയും, നമ്മുടെ ഓരോ ആവേഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതിന് ഒരു പ്രത്യേക തരത്തിലുള്ള സെൽസുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അതിനെയാണ് നെർവ്സ് എന്ന് പറയുന്നത്. നെർവ്സ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് വിച്ച് ആർ കേപ്പബിൾ ഫോർ റിസീവിങ് സ്റ്റിമുലസ് ആൻഡ് പാസ് ടു ദ മെസ്സേജസ്. അതായത് നെർവ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം കോശങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത, അത് നമ്മുടെ സ്റ്റിമുലസിനെ, അതായത് തൊടുക, സ്പർശിക്കുക, അല്ലെങ്കിൽ അടി, അങ്ങനെയൊക്കെയുള്ള പല സ്റ്റിമുലസിനെയും പല ആവേഗങ്ങളെയും സ്വീകരിച്ച് നമുക്ക് തലച്ചോറിലേക്ക് കൊണ്ട് ചെന്ന് അതിനെ പ്രതികരിക്കുന്നു. ഇത് ഒരു മെസ്സേജ് രൂപത്തിലാണ് ഇത് നമ്മുടെ തലച്ചോറിലെത്തുന്നത്. ഇതാണ് നെർവ്സിൻ്റെ പ്രത്യേകത. അതായത് എല്ലാ സ്റ്റിമുലസിനെയും സ്വീകരിക്കുന്നു, അതൊരു മെസ്സേജ് വഴി, ഒരു കറണ്ട് വഴി, മെസ്സേജ് പോകുന്ന പോലെ ഒരു കറണ്ട് വഴി ശരീരത്തിലൂടെ ചെന്ന് തലച്ചോറിൽ സ്വീകരിക്കുന്നു. തലച്ചോറ് പറയുന്നു ഏത് രീതിയിൽ പ്രവർത്തിക്കണം. അതായത് അടി കൊടുക്കേണ്ട പ്രവൃത്തിയാണെങ്കിൽ അത് അടി കൊടുക്കുന്നു. അതായത് ചൂടുള്ള വസ്തുവിലാണ് ഞാൻ തൊട്ടിരിക്കുന്നത്, എൻ്റെ കൈ പുറത്തോട്ടെടുക്കണം എന്ന് പറയുന്നതും തീരുമാനിക്കുന്നതും എല്ലാം നമ്മുടെ ബ്രെയിനിൽ നിന്നും വന്ന ആവേഗങ്ങളെ ബോഡിക്ക് കൊടുക്കുന്നു. ബോഡി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ദ കമ്പോണൻസ് ഓഫ് ഹ്യൂമൻ നെർവ് സിസ്റ്റം. മനുഷ്യൻ്റെ നെർവ് നാഡീകോശങ്ങൾ എന്തിനാൽ നിർമ്മിതമാണ്? ദ നെർവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, നെർവ് ആൻഡ് റിസപ്റ്റേഴ്സ്. അതായത് മനുഷ്യൻ്റെ നാഡീകോശങ്ങൾ എന്ന് പറയുന്നത് എന്തിനാൽ നിർമ്മിതമാണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ നെർവ് എന്ന് പറയുന്നത് ബ്രെയിൻ, മസ്തിഷ്കം, സ്പൈനൽ കോഡ് സുഷുമ്ന, നെർവ്സ് നാഡികൾ, റിസപ്റ്റേഴ്സ് ഗ്രാഹികൾ, അതായത് നമ്മുടെ ആവേഗങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ, ഇതെല്ലാം കൂടി ചേർന്നതാണ് നെർവ്സ് എന്ന് പറയുന്നത്. ന്യൂറോൺസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കോശങ്ങളുണ്ട്. നെർവ് സെൽ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവ് സിസ്റ്റമാണ്. ന്യൂറോൺസ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നെർവ് സിസ്റ്റം. നെർവിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് ന്യൂറോണുകൾ. ദേ ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ്, ഒരു സ്പെഷ്യലായിട്ടുള്ള സെൽസാണ്. വിച്ച് ആർ കേപ്പബിൾ ഓഫ് റിസീവിങ് സ്റ്റിമുലൈ, ആവേഗങ്ങളെ സ്വീകരിക്കുന്നു. ഫ്രം ദ സറൗണ്ടിങ്, ചുറ്റുപാടുകളിൽ നിന്നും, ആൻഡ് ഫ്രം സ്യൂട്ടബിൾ മെസ്സേജ്, അനുയോജ്യമായ മെസ്സേജുകളെ, സന്ദേശങ്ങളെ കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് ന്യൂറോണിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. സെൽ ബോഡി ഓർ സൈറ്റോൺ ഈസ് ദ സെൻറ്റർ ഓഫ് ന്യൂറോൺ. ന്യൂറോണിൻ്റെ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സെൽ ബോഡി, മറ്റൊരു പേര് സൈറ്റോൺ എന്നാണ്. അതിൻ്റെ സെൻറ്ററാണ്. സെൽ മെംബ്രെയിൻ, ഒരു സെൽ മെംബ്രെയിൻ കാണുന്നുണ്ട്. സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സെൽ ഓർഗനൽസ് ആർ സീൻ ഇൻ ദ സെൽ ബോഡി. കോശങ്ങളിൽ കാണപ്പെടുന്ന സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സെൽ മെംബ്രെയിൻ. ദ ഫൈൻ ഫൈബേഴ്സ് അറൈസിങ് ഫ്രം ദ സെൽ ബോഡി ആർ നോൺ ആസ് ഡെൻഡ്രോൺ. അതായത് ഫൈബർ പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറുകളെ, നാര് പോലെ കാണപ്പെടുന്നതിനെ ഡെൻഡ്രോൺ എന്നാണ് അറിയപ്പെടുന്നത്. ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺസ് ആർ കാൾഡ് ഡെൻഡ്രൈറ്റ്സ്. നമുക്ക് ഡെൻഡ്രോണിൽ നിന്ന് തന്നെ ബ്രാഞ്ചുകൾ കാണപ്പെടുന്ന ശിഖരങ്ങളെ അറിയപ്പെടുന്നത് ഡെൻഡ്രൈറ്റ്സ് എന്നാണ്. ദ ലോങ്ങസ്റ്റ് ഫൈബർ ഫ്രം ദ സെൽ ബോഡി ഈസ് നോൺ ആസ് ആക്സോൺ. സെൽ ബോഡിയിൽ നിന്നും ദ ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺസ് ആർ കോൾഡ് ഡെൻഡ്രൈറ്റ്സ്. ബ്രാഞ്ചസ് ആയിട്ട് കാണപ്പെടുന്ന ഡെൻഡ്രോൺസിൽ നിന്നും കാണപ്പെടുന്ന, അതായത് ബ്രാഞ്ചസ് ഓഫ് ഡെൻഡ്രോൺ,
ഡെൻഡ്രോണിലെ ബ്രാഞ്ചസിനെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്. അതിൽ നിന്നൊരു ബ്രാഞ്ച്, ഡെൻഡ്രോണിൽ നിന്ന് ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, അതിനെ പറയുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്സ്. ദ ലോങ്സ്റ്റ് ഫൈബർ ഫ്രം ദ സെൽ ബോഡി ഈസ് നോൺ ആസ് ആക്സോൺ. നീളമുള്ള കോശത്തിലെ ശൈലത്തിനെയാണ് ആക്സോൺ എന്നറിയപ്പെടുന്നത്. ദ ബ്രാഞ്ചസ് ഓഫ് ആക്സോൺസ് ആർ നോൺ ആസ് ആക്സോനൈറ്റ്സ്. ആക്സോണിൽ കാണപ്പെടുന്ന നീളം കൂടിയ ബ്രാഞ്ചസിനെയാണ് ആക്സോനൈറ്റ്സ് എന്ന് പറയപ്പെടുന്നത്. ദ നോബ് ലൈക്ക് സ്ട്രക്ചർ seen at the tip of the axonite called synaptic knob. സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്ന നോബ്, അതായത് നമ്മൾ ഒരു ചെറിയ സുഷിരം പോലെ, ഒരു അടപ്പ് പോലെ കാണപ്പെടുന്ന ചില സ്ട്രക്ചറുകൾ അതിന്റെ ടിപ്പിൽ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്നത്. ദ നോബ് ലൈക്ക് സ്ട്രക്ചർ സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് ദ ആക്സോണൈറ്റ്. ആക്സോണൈറ്റിന്റെ ടിപ്പിൽ കാണപ്പെടുന്ന നോബുകളെയാണ് സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ദ ന്യൂട്രോ ട്രാൻസ്മിറ്റർ ടു ട്രാൻസ്ഫർ കെമിക്കൽ മെസ്സേജസ് ടു ഇറ്റ്സ് അഡ്ജസന്റ് ന്യൂറോൺസ്. അതായത് അടുത്തടുത്ത് കാണപ്പെടുന്ന ന്യൂറോണുകൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജുകളെ കെമിക്കൽ മെസ്സേജുകളായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. ദ പാത്ത് ഓഫ് ഇമ്പൾസസ് ത്രൂ നെർവ് സെൽസ്. നെർവ് സെൽസിന്റെ വഴികൾ, ഇമ്പൾസ് അതായത് ആവേഗങ്ങൾ നെർവ്സിലെത്തുന്ന വഴി വളരെ സിമ്പിൾ ആണ്. നമ്മൾ പിക്ചറിൽ കാണപ്പെടുന്ന പോലെ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ പിക്ചറിന്റെ സഹായത്തോടെ വേണം പഠിക്കാൻ. ആദ്യമായി പിക്ചറിൽ കാണപ്പെടുന്ന ഡെൻഡ്രൈറ്റിലെത്തുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു മെസ്സേജുകൾ ഡെൻഡ്രൈറ്റിലാണ് എത്തുന്നത്. ബ്രാഞ്ച് പോലെ കാണപ്പെടുന്ന ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോൺ എത്തുന്നു. ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻഡ്രോണിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പിന്നീട് എത്തുന്നത് സെൽ ബോഡിയിലേക്കാണ്. ആവേഗങ്ങൾ സ്വീകരിച്ച് സെൽ ബോഡിയിലെത്തുന്നു. സെൽ ബോഡിയിൽ നിന്നും അതിന്റെ നീണ്ട ശാഖയായ ആക്സോണിലെത്തുന്നു. ആക്സോൺ വഴി ആക്സോണൈറ്റിലെത്തുന്നു. ആക്സോണൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ആക്സോൺ കഴിഞ്ഞ് കാണപ്പെടുന്ന ഭാഗത്തെയാണ് ആക്സോണൈറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ആക്സോണൈറ്റ് വഴി അത് സിനാപ്റ്റിക് നോബിലെത്തുന്നു. സിനാപ്റ്റിക് നോബിൽ എത്തിയ ഇമ്പൾസ് നെക്സ്റ്റ് ന്യൂറോൺസ് ഡെൻഡ്രൈറ്റിലാണ് എത്തുന്നത്. അതായത് ഒരു നാഡി മാത്രമല്ല, കോടിക്കണക്കിന് നാഡികളാൽ ബന്ധിതമായതുകൊണ്ട് ഒരു സിനാപ്റ്റിക് നോബും, അതായത് സിനാപ്റ്റിക് നോബ് അടുത്തതായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുമായിട്ടാണ്. അത് പോകുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ വഴി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ബ്രാഞ്ച് എഴുതി വെച്ച് തന്നെ അതിൻ്റെ ഒരു അത് പഠിക്കണം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ, സെൽ ബോഡി, ആക്സോൺ, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്, നെക്സ്റ്റ് ന്യൂറോൺസ് ഡെൻഡ്രൈറ്റ് ത്രൂ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി നമുക്ക് സെൽസ് ഇൻ ദ നെർവ് സിസ്റ്റം, നെർവ് സിസ്റ്റത്തിലെ സെൽസിനെ നോക്കാം. എപ്പിഡെർമൽ സെൽസ്, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെൽ, ഷോൺ സെൽ ആൻഡ് അസറ്റോസൈറ്റ്. ഇങ്ങനെ 5 തരത്തിലുള്ള സെല്ലുകളാണ് നെർവ് സെൽസിൽ ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ എപ്പിഡെർമൽ സെൽ, ഒളിഗോഡെൻഡ്രോസൈറ്റ്, മൈക്രോഗ്ലിയൽ സെൽ, ഷോൺ സെൽ, അസറ്റോസൈറ്റ്. The nerve system consists of cells other than neuron. ന്യൂറോണുകളെ കൂടാതെ തന്നെ മറ്റു കോശങ്ങളാൽ നിർമ്മിതമാണ് നെർവ്സ്. നോൺ ആസ് ന്യൂറോഗ്ലിയൽ സെൽസ്. ഇതിവയാണ് ന്യൂറോഗ്ലിയൽ സെൽസ് എന്നറിയപ്പെടുന്നത്. They provide protection and nutrient to the nerve system. അപ്പോഴേ ന്യൂറോഗ്ലിയൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നു. ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? പ്രൊട്ടക്ഷനും ന്യൂട്രിയന്റും കൊടുക്കുന്നു. നെർവ്സിന് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പോഷകങ്ങളും നൽകുന്നു. എപ്പിഡെർമൽ സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് ഗ്ലയൽ സെൽസ് ഫൗണ്ട് ഇൻ ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിന്റെ വെൻട്രിക്കിളിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഗ്ലയൽ സെൽസ് ആണ് എപ്പിഡെർമൽ സെൽസ്. അതുപോലെ തന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആൻഡ് ഷോൺ സെൽസ് ആർ അതർ ടൈപ്പ് ഓഫ് ഗ്ലയൽ സെൽസ്. ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സും ഷോൺ സെൽസും എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ഗ്ലയൽ സെൽസ് ആണ്. They play an important role in forming a myelin sheath. എന്താണ് മൈലിൻ ഷീത്ത്? Which insulate axons and accelerate the transmission of impulse. ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്
ഒരു ഷീത്ത് പോലെ പ്രവർത്തിക്കുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ബ്രെയിൻ. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ബ്രെയിനിലാണ് കാണപ്പെടുന്നത്. ഷ്വാൻ സെൽസ് ആർ സീൻ ഇൻ ദ പെരിഫറൽ നെർവ് സിസ്റ്റം. ഷ്വാൻ സെൽസ് കാണപ്പെടുന്നത് പെരിഫറൽ നെർവ് സിസ്റ്റത്തിലാണ്. മൈക്രോഗ്ലിയ, ദ ഇമ്മ്യൂൺ സെൽസ് ഓഫ് ദ സെൻട്രൽ നെർവ് സിസ്റ്റം, റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ ആൻഡ് ഇഞ്ചുറി. നമ്മുടെ നെർവ്സിലുണ്ടാകുന്ന ഇൻഫെക്ഷനും ഇഞ്ചുറിയും ഒക്കെ ഇതിനെ മൈക്രോഗ്ലിയ എന്ന് പറയുന്ന ഇമ്മ്യൂൺ സെൽസ്, അതായത് പ്രതിരോധ ശേഷിയുള്ള കോശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഇൻഫെക്ഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു. Astrocytes are the specialized glial cells in the central nervous system, play an important role in the maintaining the smooth functioning of the brain. ബ്രെയിനിന്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് അസ്ട്രോസൈറ്റ്സ് ആണ്. അതൊരു സ്പെഷ്യലൈസ്ഡ് ഗ്ലയൽ സെൽസ് ആണ്. അൺലൈക്ക് ന്യൂറോൺ, ദേ ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ്. ഇവയ്ക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ദേ ഡു നോട്ട് ഹാവ് ദ എബിലിറ്റി to receive or transmit the impulse like nerve cells. nerve cells ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പോലെ റിസീവ് ചെയ്യാനുള്ള കഴിവുകൾ ഇവയ്ക്ക് ഇല്ല. ഇനി നമുക്ക് ന്യൂറോഗ്ലയൽ സെൽസിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഫങ്ഷൻസ് ഓഫ് ന്യൂറോഗ്ലയൽ സെൽസ്. ഇറ്റ് ബ്രിങ് ന്യൂട്രീഷൻ നെസസറി ഫോർ ന്യൂറോൺസ്. ഫങ്ഷൻസ് ഓഫ് ന്യൂറോഗ്ലയൽ സെൽസ്. ന്യൂറോഗ്ലയൽ സെൽസിന്റെ ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ്, ഇറ്റ് ബ്രിങ്സ് ന്യൂട്രീഷൻ നെസസറി ഫോർ ന്യൂറോൺസ്. ന്യൂറോണിന് ആവശ്യമുള്ള സമയത്ത് ന്യൂട്രീഷൻ നൽകുന്നതാണ് ഇതിന്റെ ഫങ്ഷൻ. എലിമിനേറ്റ് വേസ്റ്റ്, വേസ്റ്റിനെ പുറത്തു കളയുന്നു. ആക്ട് ആസ് ഡിഫൻസ് സെൽസ്, അതായത് പ്രതിരോധിക്കുന്ന സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്നു. ഹാസ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിനെ നിർമ്മിക്കുന്നതിനുള്ള റോളും ഉണ്ട്. മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ എൻവയോൺമെന്റ്. അതിനുള്ളിലുള്ള കോശത്തിനുള്ളിലുള്ള ന്യൂറോണത്തുള്ള അതിന്റെ പരിസരത്തെ, അതിന്റെ പരിസ്ഥിതിയൊക്കെ അതിനെ സംരക്ഷിക്കുന്നു. ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് നെർവ് സിസ്റ്റം ആൻഡ് ദ റിപ്പയർ ഓഫ് ഡാമേജ്. റിപ്പയറോ ഡാമേജോ വരികയാണെങ്കിൽ ന്യൂറോണുകളെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ സിനാപ്സ്. ട്രാൻസ്മിഷൻ സിനാപ്സിലൂടെ വരുന്ന ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ ന്യൂറോളജിക്കൽ സെൽസിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. ബ്രിങ് ന്യൂട്രീഷൻ നെസസറി ഫോർ ന്യൂറോൺസ്. ന്യൂറോൺസിന് ന്യൂട്രീഷൻ നൽകുന്നു. വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നു. ഡിഫൻസ് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. മൈലിൻ ഷീത്തിന്റെ നിർമ്മാണം. മെയിൻറ്റെയിൻ സ്ട്രക്ചർ ഓഫ് ഇന്റേണൽ എൻവയോൺമെന്റ്. ഹെൽപ്സ് ടു ഡെവലപ്പ് ഇൻ നെർവ് സിസ്റ്റം. sometimes repair or damage. Helps in the transmission of impulse through synapses. അപ്പോൾ കുട്ടികളെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് ഈസ് മൈലിൻ ഷീത്ത്? ഇൻ സം ന്യൂറോൺസ് the axon is covered by a layer called myelin sheath. ആക്സോണിൽ കാണപ്പെടുന്ന ഒരു ലെയർ ആയിട്ടുള്ള കവറിങ്ങിനെയാണ് മൈലിൻ ഷീത്ത് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷൈനി വൈറ്റ് ഫാറ്റ് കാൾഡ് മൈലിൻ. വെളുത്ത കൊഴുപ്പ് പോലത്തെ ഭാഗത്താൽ ഇത് നിർമ്മിതമാണ്. ഒരു കൊഴുപ്പ് പോലെ വെളുത്ത ഭാഗം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ പറഞ്ഞ പേരാണ് മൈലിൻ. മൈലിൻ ഷീത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഷ്വാൻ സെൽസ്. മൈലിൻ ഷീത്ത് ഷ്വാൻ സെൽസ് എന്നറിയപ്പെടുന്ന കോശങ്ങളാൽ നിർമ്മിതമാണ്. മൈലിൻ ഷീത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ദ ഫങ്ഷൻസ് ഓഫ് മൈലിൻ ഷീത്ത്. ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് ബൈ ആക്ട് ആൻഡ് ഇൻസുലേറ്റർ. ഒരു ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ടു പ്രൊവൈഡ് ന്യൂട്രീഷ്മെന്റ് ടു ദ ന്യൂറോൺ. ന്യൂറോണിന് പോഷണം കൊടുക്കുന്നു, അവർക്ക് പരിപോഷിപ്പിക്കുന്നു. ടു പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറി. പുറമേ നിന്ന് ഏതെങ്കിലും അടിയോ പിടിയോ, അതായത് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ആഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോഴും മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു കവർ ചെയ്ത പാളിയാണ്. അത് വെളുത്ത ഫാറ്റിനാൽ നിർമ്മിതമാണ്. അത് മാത്രമല്ല ഷ്വാൻ സെൽസിനാൽ നിർമ്മിതമാണ്. ഷ്വാൻ സെൽസ്, അതായത് ഷ്വാൻ എന്ന് പറയുന്ന കോശങ്ങളാൽ നിർമ്മിതമാണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിഷന്റെ ഇമ്പൾസിന്റെയൊക്കെ ആവേഗങ്ങളുടെയൊക്കെ സ്പീഡ് വർദ്ധിപ്പിക്കുന്നു.
നറിഷ്മെന്റ് കൊടുക്കുന്നു, ന്യൂറോണിന് നറിഷ്മെന്റ് കൊടുക്കുന്നു, എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് ആക്സോണുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ നെർവിനുള്ളിൽ ഗാംഗ്ലിയ എന്നറിയപ്പെടുന്ന പ്രത്യേക ഭാഗമുണ്ട്. വാട്ട് ആർ നെർവ് ഗാംഗ്ലിയ? ദ സൈറ്റോൺ പാർട്സ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ് ആർ കവേർഡ് ബൈ എ മെംബ്രെയിൻ. നമുക്കറിയാം, ഒരു ന്യൂറോൺസ് എല്ലാം മെംബ്രെയിനാൽ നിർമ്മിതമാണ്. അവരെ അറിയപ്പെടുന്നതാണ് ദേ ആർ നോൺ ആസ് ഗാംഗ്ലിയ. The cytone part of a group of neuron. ഒരു കൂട്ടം ന്യൂറോണുകളിൽ സൈറ്റോണിന്റെ ഭാഗത്ത് ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ഗാംഗ്ലിയ. The nerve system consists of, ഈ പറയുന്ന നെർവ് സിസ്റ്റത്തിന് 2 parts ഉണ്ട്. The nerve system consists of 2 parts, namely central nerve system and peripheral nerve system. Central nerve systemത്തിനെ CNS എന്നും പെരിഫറൽ നെർവ് സിസ്റ്റത്തിന് PNS എന്നും അറിയപ്പെടുന്നു. നെർവ് സിസ്റ്റംസ് ആർ ഡിവൈഡഡ് ബൈ 2, സെൻട്രൽ നെർവ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം. എന്താണ് സെൻട്രൽ നെർവ് സിസ്റ്റം? സെൻട്രൽ നെർവ് സിസ്റ്റം ഇൻക്ലൂഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സെൻട്രൽ നെർവ് സിസ്റ്റം ബ്രെയിനും സ്പൈനൽ കോഡിനാലും നിർമ്മിതമാണ്. പെരിഫറൽ നെർവ് സിസ്റ്റം ഇൻക്ലൂഡ് 12 pairs ഓഫ് ക്രേനിയൽ നെർവ്സ്, 12 പെയറായിട്ടുള്ള ക്രേനിയൽ നെർവ്സും ആൻഡ് 31 pairs ഓഫ് സ്പൈനൽ നെർവ്സ്, 31 പെയറായിട്ടുള്ള സ്പൈനൽ നെർവ്സും ദാറ്റ് കണക്ട് സെൻട്രൽ നെർവ് സിസ്റ്റം ടു ദ ഓർഗൻസ്. അവയവങ്ങളെ എല്ലാം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് റിസപ്റ്റേഴ്സ് ആൻഡ് നെർവ് ഗാംഗ്ലിയ. കൂടാതെ തന്നെ റിസപ്റ്റേഴ്സും നെർവ് ഗാംഗ്ലിയയും ചേർന്നതാണ് പെരിഫറൽ നെർവ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ 12 പേര് ക്രേനിയൽ നെർവ്സും 31 പേര് സ്പൈനൽ നെർവ്സും ഉണ്ട്. അത് സെൻട്രൽ നെർവ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ഗാംഗ്ലിയ എന്നറിയപ്പെടുന്നത്. അതിലൊരു ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് റിസപ്റ്റേഴ്സ് ആൻഡ് നെർവ് ഗാംഗ്ലിയ. റിസപ്റ്റേഴ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ നെർവ് ഗാംഗ്ലിയയും കാണപ്പെടുന്നു. അതുപോലെ തന്നെ സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. എന്താണ് ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇൻ ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ദ പാർട്ട് വെയർ myelinated neurons are more abundant called the white matter. അതായത് നമുക്കറിയാം, ബ്രെയിനിലും സ്പൈനൽ കോഡിലും ഏത് ഭാഗത്താണോ മൈലിനേറ്റഡ് ന്യൂറോൺസ്, അതായത് മൈലിൻ ഷീത്തിനാൽ നിർമ്മിതമായ ന്യൂറോണുകൾ ഉള്ളത്, അവയാണ് വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നത്. അതായത് വൈറ്റ് ഫാറ്റിനാൽ നിർമ്മിതമായതുകൊണ്ട്. ആൻഡ് ദ പാർട്ട് വെയർ ദ സെൽ ബോഡീസ് ആൻഡ് പാർട്ട് ഓഫ് ദ ന്യൂറോൺസ് without myelin sheath are seen is called gray matter. അതുപോലെ തന്നെ the part where the cell bodies, കോശങ്ങളില് ന്യൂറോൺസിന്റെ ഭാഗങ്ങളില് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗത്തെയാണ് ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നത്. In the brain and the spinal cord, the part where myelinated neurons are more abundant is called white matter. മൈലിനേറ്റഡ് ന്യൂറോൺസുകൾ ധാരാളം ഉള്ളതിനെ വൈറ്റ് മാറ്റർ എന്നും, ദ പാർട്ട് വെയർ ദ സെൽ ബോഡീസ് ആൻഡ് പാർട്ട് ഓഫ് ദ ന്യൂറോൺ, അതായത് സെൽ ബോഡീസ് ന്യൂറോണിന്റെ ഭാഗത്ത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗങ്ങളെയാണ് ഗ്രേ മാറ്റർ എന്നും അറിയപ്പെടുന്നത്. Hey guys, this all about structure of neuron. If you like my video and class, please share and subscribe my channel. Thank you so much for watching my video. Bye bye.